തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. അല്ലെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാ ഇങ്ങനെ സാധാരണ ബോംബിട്ടാ പറഞ്ഞ പോലെ ആൾക്കാര് പറഞ്ഞു. കനേച്ചി ഹായ് കളിപ്പാട്ടം കൊള്ളാല്ലേ? കൊള്ളാമോ? എന്നൊരു കാര്യം ചെയ്, ഇതൊക്കെ എടുത്തോണ്ട് ഹാളിൽ പോയി കൊണ്ടുപോയി. ഞാൻ വന്നിട്ട് അറേഞ്ച് ചെയ്യാം. സാധനങ്ങളൊക്കെ ആയിട്ട് എത്തിയോ? ഗൗരി, ഓ അവിടെ നിന്ന് വിളിക്കാതെ ഒന്ന് ഇങ്ങോട്ട് വരുമോ? ஹாய் பெருசு நல்லா இருக்குல்ல? இடு இடு, நான் ஹெல்ப் பண்றேன். ஐயோ பாத்து. നീ ഇത് എവിടെ എടുത്തോണ്ട് വന്നു? ഞാൻ അമ്മയുടെ പറഞ്ഞില്ലായിരുന്നാ? അമ്മ കേശുവിന്റെ കൂട്ടുകാരന്റെ അച്ഛന്റെ കടയില്ലേ, അവിടെ നിന്ന് ഞാൻ ഇത് എടുത്തോണ്ട് വന്ന് കേശു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനിപ്പോ സാധനം എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പോയല്ലോ. അവൻ പോയത് അവിടെ അല്ല, അവൻ ഒരു എഞ്ചിനീയറിന്റെ അടുത്താണ് പോയത്. അവരവിടെ ഈ ഊഞ്ഞാല് പിന്നെ സീസോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. നല്ല ലാഭത്തിൽ ചെയ്തു കൊടുക്കാന്നാണ് പറഞ്ഞത്. ഈ നവാസ് ചേട്ടനാണ് എല്ലാം വിളിച്ച് ഏൽപ്പിച്ചത്. കേശു சொன்னா കറക്റ്റ് தான், അവൻ എല്ലാമേ பார்த்து தான் செய்வான். എന്നാ ഇതൊന്ന് കൊണ്ടകത്ത് വെക്കോ? ഞാൻ ഇതെടുത്ത് താഴെ ഇറക്കി വെച്ചുതരാം. ഒന്ന് കൊണ്ടുപോകും. ഞാൻ ഹെൽപ്പ് പண்றேன். ഇത് ഞാൻ എടുത്തുതരാം. അതൊന്ന് കൊണ്ടുവച്ചെന്നെങ്കിൽ ഉപകാരമാണ് ചേച്ചി. അത് ഇത് അല്ല കന ചേച്ചി, ശിവ എവിടെ പോയി? ശിവ കേശു കൂടെ പോയിരിക്കാ. കേശുവിനൂടെ പോയാ? പറഞ്ഞില്ലല്ലോ പോണ കാര്യം. അല്ലെങ്കിൽ എങ്ങനെ ഒരാൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ പുറകെ അടുത്ത ആളും കൂടെ അങ്ങ് പോകും. അല്ല അമ്മയെ തൂക്കിക്കൊണ്ട് എങ്ങോട്ട് പോണ? പിന്നെ രണ്ട് പാവ എടുക്കുന്നതിനാ വലിയ പാട്. അമ്മ ഉള്ള കരിങ്കല്ലൊക്കെ ഇവിടെ കിടക്കുകയാണ്, പോയി വല്ല തട്ടി അടിച്ചൊന്ന് വീണണ്ട കേട്ടാ. ഇവിടെ അതിനെക്കാട്ടി വലിയ ജോലിയും ചെയ്യുന്നുണ്ട്, ഇവിടെ അതിനെക്കാട്ടി കൂടുതൽ ഞാൻ നടക്കുന്നുണ്ട്. അപ്പോഴൊന്നും ഒരു വിഷമവും ഇല്ല. ഇപ്പൊ പിന്നെ രണ്ട് കസേരയും ഇതും എടുക്കുന്നതിനാ വലിയ പാട്. കൊണ്ടോക്കോ, ഞാൻ ഒന്നും പറയണല്ലേ. ആത്തമ്മ ഇത് ഉനക്ക് പിടിക്ക മുടിയുമാ? പറ്റുമോ കൊണ്ടുപോവാൻ? പാറേ ഗൗരി, ഇവളുതാനാ ഇനി ഇരിക്കാ? എന്നാச்சு? ഹലോ പറ. കേശു ഇനി 5000 രൂപയെ? എടാ നീ എന്റെ അടുത്ത് 40,000 രൂപയെന്നല്ലേടാ പറഞ്ഞ? 40,000 രൂപ ഞാൻ തന്നില്ലേടാ. എടാ കേശു, ഇനി 5000 രൂപ എന്ന് പറഞ്ഞ കുറച്ച് കൂടുതലാണേ. എന്തത് കമ്പിക്ക് വില കൂടിയെന്നാ? അതെങ്ങനെയാടാ ഒറ്റ ദിവസം കൊണ്ട് കമ്പിക്കൊക്കെ വില കൂടുവോ? ശരി കൊട നല്ലതുണ്ട, ഞാൻ അയച്ചു തരാം. ഗൗരി എന്നാച്ച്? ചേച്ചി പിന്നെ 5000 രൂപ വേണോന്ന്. യാര് കേസു കേട്ടാനാ? അനുപ്പി കൊടുക്ക, എന്തായാലും കൊടുത്തല്ലേ പറ്റൂ. தேவை இருக்கிறதுனால தானே கேக்குறான், கூட. சரி, இது எப்படி எடுக்க பார்க்கலாம். அடுத்து. ஹலோ, வர லட்சு. டேய்
ഒരു 15,000 രൂപ അയച്ചാണ് നീ. 10,000 തന്നാ അതുകൊണ്ട് 15,000 അയക്കൂലെന്നാ? ലച്ചു ലച്ചു അങ്ങനെ പറയല്ലേ ലച്ചു. എവിടെ ഞാനാണ് ഉള്ള പൈസ എത്ര ഇറക്കിയിരിക്കണം കേട്ടാ. എന്തോന്ന് സാധനം എടുക്കാൻ തന്നോളാന്ന് ലച്ചുവേ. ലച്ചു ഇപ്പൊ തന്നെ കൊറേ ഫണ്ട് പൊട്ടിയിരിക്കണം. ശരി ശരി എടേ പൈസ തരണേടേ. ആ ശരി ശരി. എല്ലാം എന്റെ തലക്കിടാനുള്ള പരിപാടിയാണ്. എന്നാച്ച് എന്നെ അയച്ചെന്നാ ചേച്ചി പിന്നെ പൈസ വേണ്ടേ? ആ ലച്ചുവിന്റെ അടുത്ത് ചോദിച്ചപ്പോഴേ ഇല്ലെന്ന് പിന്നെ തരാന്ന്. அவங்களுக்கு எல்லாம் தெரியும் உங்ககிட்ட எதா கேட்டுனா எல்லாமே நடக்கும்னு. ശരി ശരി ഇത് എല്ലാം എടുത്തോണ്ടാ. இது எப்படி தூக்க? ஐயோ அப்படியே இது நல்ல வெயிட்டா இருக்கு கௌரி. വെയിറ്റുണ്ട്, ഇത് തുറന്നാലും എടുക്കാൻ പറ്റും. ஆமா அவங்கள்ட்ட பிடிச்சோ பாத்து பாத்து நான் பிடிக்கிறேன். அவ்வளோக்கா வெயிட் எல்லாம் இல்ல கௌரி. ഹലോ പറ മീര. ആ പൈപ്പ് ലൈൻ ജംഗ്ഷൻ എത്തിയാ? ആ ഓക്കെ ഓക്കെ ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം. അപ്പം നീ ഇങ്ങോട്ട് വന്നാൽ മതി. ആ വന്നിട്ട് സംസാരിക്കാം നമുക്ക്. ആ ഓക്കെ ഓക്കെ ശരി ശരി പെട്ടെന്നോ. யாரு? മീര എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, അവളിങ്ങോട്ട് വരണമെന്ന്. அந்த டான்சர் ஃப்ரெண்ட் தானே? ആ കുട്ടി തന്നെ ഇങ്ങോട്ട് വരണം. ஜாலியா இருக்கும். ജോളിയായിരിക്കും. இதை நான் உள்ள கொண்டு போய் வைக்கவா? அதுக்கப்புறம் நம்ம இதை எடுத்துக்கலாம். ആ ശരി. കുതിര 2, കരടി 2, പാറ 1. പാറോ അമ്മായി എങ്ങനെ നോക്കും? കളിച്ചു നോക്കാം. ഒന്ന് സമാധാനപ്പെടൂ. ഇതൊക്കെ ഇങ്ങനെ കളിച്ചു നോക്കിയാ? ഇതെല്ലാം നിരത്തി വെച്ചിട്ട് സമാധാനപ്പെടാനാ? ആ സമാധാനപ്പെടാം, സമാധാനപ്പെട്ടേ പറ്റൂ. ഈ വര കണ്ടാ? കണ്ടാ? ആ കണ്ട്. ഈ വരക്ക് ഇപ്പുറത്തോട്ട് കടന്ന നിങ്ങൾ രണ്ടുപേരും ഈ ശാർക്കര ഗൗരി ആരാന്നറിയും. മനസ്സിലായ? ഇച്ചിരി നേരം കളിച്ചോട്ടെ. ഇച്ചിരി നേരം കളിച്ചോട്ടെ. നിങ്ങളിത് കളിച്ചിട്ട് വേണം ചപ്പിച്ചളങ്ങിയ സാധനങ്ങൾ ഡേ കെയറിൽ വരെ പിള്ളേർ കളിക്കാൻ. അതുകൊണ്ട് ആരും ഇത് തൊടുന്നില്ല. ഓക്കെ? അയ്യോ അമ്മയുടെ കളിപ്പാട്ടം വേണ്ട. കേശവ മുട്ടായി വാങ്ങിച്ചോണ്ട് വരും, ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരും. കാരണം അവന്റെ ഇരിക്കണ എന്റെ കാശാണല്ലോ, അതുകൊണ്ട് എല്ലാം വാങ്ങിച്ചോണ്ട് വരും. എന്നാ പിന്നെ ഞങ്ങള് സാധനം ഇറക്കിയ കൂലിതാ. മനസ്സിലായില്ല? ഞങ്ങളല്ലേ സാധനം എല്ലാം എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവച്ചേ, അതുകൊണ്ട് ഞങ്ങക്ക് കൂലിയാ. അതങ്ങനെ ലച്ചുവിന്റെ അടുത്ത് ചോദിച്ചാ മതി. ലച്ചു ചേച്ചി അടുത്ത് ചോദിക്കണ്ട, അമ്മായിതാ. ഇനി കൂലിയുടെ പേര് പറഞ്ഞ് ഇതില് വല്ലോം തൊട്ട ഈ ശാർക്കര ഗൗരി ആരാണെന്ന് നിങ്ങൾ രണ്ടുപേരും അറിയും. പറയണ്ട. ഞങ്ങള് കളിക്കും. തൊടോ നീ? തൊട്ട് നോക്ക്. അമ്മായി പൈസ താ. തരാൻ പറ്റൂല. പറ്റൂല. തൊട്ട് നോക്ക്. ഇതന്നെ ആയിരിക്കോ? എനിക്ക് കൂലി എന്നാ പിന്നെ തരാൻ പറ്റൂല. കൂലി താ. തരൂല. തരാൻ പറ്റൂല. എന്നാ പിന്നെ ഞങ്ങൾ ഇത് തൊടും. തൊടോ? ഒന്ന് കാണണമല്ലോ. അവിടെ നില്ല്. അവിടെ നിന്നോളണം. മനസ്സിലായ? ഗൗരിയെ കഷ്ടമുണ്ട് ഗൗരി, ഒരു മാറ്റവും ഇല്ല. എന്തിനു വാറ കേറി വാ. എത്ര നാളായി കണ്ടിട്ട്. സുഖല്ലേ? സുഖം. അവിടെയോ? സുഖം. എന്ത് വേണം പറയണു? സുഖമായിട്ടൊക്കെ പോകുന്നു. വഴിയൊന്നും തെറ്റില്ലല്ലോ അല്ലേ? കുറച്ചൊക്കെ തെറ്റി. ആ പച്ച ഗേറ്റ് കണ്ടില്ലേ? പച്ച ഗേറ്റ് മാപ്പിലില്ലല്ലോ. ഫണ്ണി ആയിരിക്കും. സോ ഫണ്ണി എന്ന് ചിരിച്ചോട്. ആപ്പിളില്ലാത്ത കാര്യമല്ല പറഞ്ഞത്. പച്ച ഗേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോക്കി ഇങ്ങോട്ട് വരാൻ. കുറച്ചൊക്കെ തെറ്റി, പക്ഷെ കറക്റ്റ് ആയിട്ട് പിന്നെ വന്നു. വാ വന്നിരിക്കും. ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുക്കാൻ കുടിക്കാൻ. ഞാൻ കുടിച്ചിട്ടാടി വന്നത്. ഓ ഫോർമാലിറ്റി ഒന്നുമല്ല, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ, ഞാൻ കുടിച്ചോളാം. ശരി. അല്ല നർത്തകിക്കിപ്പോ നൃത്യങ്ങളൊന്നും ഇല്ലേ? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. എന്ത്? അത് ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ചെറിയ പരിപാടി ഉണ്ട്. എന്ത് ഹെൽപ്പ്?
ഇവിടെയൊക്കെ തന്നെ എറണാകുളത്തെ കാര്യം തന്നെയാണ്. ഓ ഡാൻസ് ക്ലാസ് കറക്റ്റ്. ഇവിടെ അതെ. അടിപൊളി. ഞാനും എന്റെ പിള്ളേര് കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും അല്ലേ? അതൊന്ന് ആലോചിക്കണം. എന്തായാലും ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തും. അത് ഞാൻ വിട്ടുപോയി. ഇത് എന്റെ ഫ്രണ്ട് ബാംഗ്ലൂർ എന്റെ കൂടെ ഉണ്ടായിരുന്ന മീര കൃഷ്ണൻ. അതല്ല ഞാൻ പറഞ്ഞേ, ഞങ്ങളെ പരിചയപ്പെടുത്താൻ. ഓ അത് സ്വയം പരിചയപ്പെടുത്തോളൂ. ആരാ താൻ? ആരാ പറഞ്ഞു കൊടുക്ക്. താനല്ല, താനാരാ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്ക്. അല്ല ആന്റിക്ക് പറഞ്ഞു കൊടുക്ക്. ആ ഹലോ, ഞാൻ കല്ലു. ഞാൻ ലച്ചുന്റെ മോളാ. ഇതിന്റെ കുഞ്ഞമ്മ പാറു. ഇതിന്റെ അമ്മായി ഗൗരി. നിങ്ങളാരാ? ഞാൻ മീര. കുട്ടുമാവൻ ഞങ്ങളുടെ മാമനായോണ്ടാ അമ്മായി ഞങ്ങളുടെ അമ്മായായത്. ആണോ? എല്ലാരും നല്ല അടിപൊളിയാണല്ലോ ഗൗരി. പിന്നെ ഇനി എന്തൊക്കെ ഇവിടെ കാണാൻ കിടക്കണ്. അമ്മ കരയേച്ചി. ഇപ്പൊ അടുക്കളയിൽ നിന്ന് 2 രൂപങ്ങള് പ്രതീക്ഷപ്പെടും. അമ്മ വാ അമ്മ. എന്തുവാ ഗൗരി, ഒരു കാര്യം ചെയ്യാം. ഹലോ, ഹായ്. ഹലോ. ആ മീര, മോളെങ്ങനെയാ വന്നേ? എങ്ങനെ വരാൻ? വണ്ടിയില്ലേ അമ്മ. ബൈ ദ വേ, ഇവക്ക് ബാംഗ്ലൂർ വെക്കേഷൻ ആയിരുന്നു. പാലക്കാട് പോകാനിരുന്നതാ. ഞാൻ ഇങ്ങനെ എറണാകുളത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. മോള് ബാംഗ്ലൂരാന്ന് പഠിക്കുന്നേ? ഞാൻ ബാംഗ്ലൂരായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. MA ഭരതനാട്യം ചെയ്തു. രേവ കോളേജിലായിരുന്നു. ഓ ആണോ? അറിയോ രേവ കോളേജ്? ഇല്ല. പിന്നെ എക്സൈറ്റ്മെന്റ് കണ്ടാ വിചാരിക്കും അറിയാവുന്നു. ചേച്ചി, ഇത് മീരാകൃഷ്ണൻ. എന്റെ അച്ഛന്റെ പേര് കൃഷ്ണൻ, അതുകൊണ്ട് മീരാകൃഷ്ണൻ എന്ന പേര് വന്നു. மீரா கிருஷ்ணன் ரொம்ப அருமையான பேரு. நான் கனகம் மதுரையில இருந்து வந்திருக்கேன். കനകേച്ചി ഇവള് കാണൂലെന്നല്ല, അടിപൊളിയാണ്. ഭരതനാട്യം, കുച്ചിപ്പുടി, എഴുത്ത്, വായന, അങ്ങനെയുള്ള സർവ്വ ചപ്പും ചവറും ഒക്കെ അറിയാം. എടി ചപ്പൻ ചവറോ? അതൊരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞു പോയത് വീട്. ആണല്ലേ? അതിനു മുമ്പ് വേറെന്തോ പറഞ്ഞല്ലോ, കാണുന്ന പോലെ അല്ലല്ലോ. എനിക്ക് എന്താ ഒരു കുഴപ്പം? അത് തന്നെ. മോക്കെന്താ കുഴപ്പം? മോളെ കാണാൻ സുന്ദരിയല്ലയോ? നിനക്ക് അസൂയ? എന്തിന്? നിന്നെ കാണാൻ സൗന്ദര്യമില്ല, മോളെ കാണാൻ സൗന്ദര്യമുണ്ട്. അമ്മ ചുമ്മാ ആൾക്കാരെ മുന്നിൽ വെച്ച് അമ്മായിയമ്മ സ്വഭാവം എടുക്കല്ലേ. കണ്ടോ കണ്ടോ മോളെ, ഇതാ ഇവിടുത്തെ കുഴപ്പം. എനിക്ക് സ്വസ്ഥത തരത്തില്ല. അയ്യോ, വീണ്ടും തുടങ്ങി. ഇതൊന്നും കണ്ടത് പേടിക്കണ്ട, ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണ്. ക്വൈറ്റ് നാച്ചുറൽ, യുനോ. ഇനി ഡേ കെയർ പരിപാടിയൊക്കെ എന്ത് പറയണു? ഡേ കെയർ പരിപാടി, അതിന്റെ പരിപാടിയാണ് ഇവിടെയൊക്കെ നടക്കണം. നീ വന്നപ്പോൾ ട്രയൽ കണ്ടില്ലേ? കണ്ടല്ലേ? എപ്പോഴാ തുടങ്ങുന്നത്? ഉടനെ തുടങ്ങും അല്ലേ മാ? ഉടനെ തുടങ്ങൂല നമ്മള്? ഉടനെ തുടങ്ങും. ഉടനെ തുടങ്ങും. അപ്പൊ ഞാൻ പോയിട്ട് അപ്പൊ വന്നാ മതിയല്ലോ അല്ലേ? എവിടെ പോണ്? വിടില്ല ഞാൻ. നീയാണ് ഇവിടുത്തെ മെയിൻ. അമ്മ ഇവളാണ് ഇവിടുത്തെ പ്രധാന അധ്യാപിക. ഇത് മോള് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെപ്പോ? ഇതൊക്കെ തീരുമാനിച്ചിട്ടാണല്ലോ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. കേൾക്കുമ്പോ ഒരു കുളിരൊക്കെ ഇല്ലേ? ഉണ്ട്. ഗുഡ് മോർണിംഗ് മാം. അമ്മ എടോ, എനിക്കൊരു കാര്യം അറിയോ? ചേച്ചി നല്ല കിടിലൻ കുക്കാണ്. എനിക്ക് എന്ത് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ മതി, ചേച്ചി എല്ലാം ഉണ്ടാക്കി തരും. അല്ലേ ചേച്ചി? கண்டிப்பா உனக்கு உண்டாக்கி தரேன். പിന്നെ നീ പാലക്കാട് ആയോണ്ട് തമിഴ്നാട് ഫുഡൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമല്ലോ. തൈര് സാദം, സാമ്പാർ സാദം, പിന്നെ ഇത് തക്കാളി റൈസ് എല്ലാം നല്ല വൃത്തിയായിട്ട് ഉണ്ടാകും. പിന്നെ ഇപ്പൊ പോരാത്തന്നെ മീൻ കുളമ്പും ഉണ്ടാക്കും. ആണോ ചേച്ചി? அம்மா சொல்லி கொடுத்தாங்க. പിന്നെ ഇപ്പം ബീഫ്, മട്ടൻ, ചിക്കൻ ഒക്കെ നല്ല വൃത്തിയായിട്ടുണ്ടാക്കും. അടിപൊളി. അപ്പൊ ഫുഡിനൊരു കുഴപ്പമുണ്ടാവില്ല. അല്ല, എന്തർത്ഥത്തിലാണ് മാഡം അടിപൊളി എന്ന് പറയണത്? അമ്മ ഇവിടെ ചിക്കനും മട്ടനും ഒന്നും കഴിക്കൂല, പ്യുവർ വെജിറ്റേറിയൻ ആണ്. ആണോ? ഞാനും ഇതൊന്നും കഴിക്കത്തില്ല മോളെ. ഇതൊന്നും കഴിക്കൂല, പക്ഷെ നല്ല മീനിന്റെ തല കണ്ടോണ്ടല്ലോ ചാടി അങ്ങ് പിടിക്കും. പിന്നെ ചിക്കൻ ഫ്രൈ വേണ്ടാന്ന് വെച്ച് ഒരു കഷ്ണം അങ്ങ് എടുത്ത് കഴിക്കും. അല്ലേ അമ്മ? അങ്ങനൊന്നുമില്ല മോളെ, പണ്ടൊക്കെ കഴിക്കുമായിരുന്നു, ഇപ്പൊ ഞാൻ കഴിക്കത്തില്ല. പണ്ടൊക്കെ കഴിക്കുമായിരുന്നു, കാരണം പണ്ട് നല്ല മീനിന്റെ തല കിട്ടുമായിരുന്നു. ഇപ്പൊ അത് കിട്ടുന്നില്ല. ഇപ്പം കിട്ടുകയാണെങ്കിൽ ഒരു കൈ നോക്കും. അങ്ങനൊന്നുമില്ല. உங்க ஃபேமிலில எல்லாரும் வெஜிடேரியன்ஸா? അങ്ങനെയില്ല. അമ്മമ്മ വെജിറ്റേറിയൻ ആണ്. അപ്പൊ പിന്നെ ഞാനും അങ്ങനെ വെജിറ്റേറിയൻ ആയി. ഞങ്ങള് മുഴുവനും ദേവിഭക്തരാണ്, അതുകൊണ്ട് അങ്ങനെ പോവാണ്. ആണോ? ഞാനും ഭയങ്കര ദേവിഭക്തിയാ. ആണോ? ഞങ്ങളുടെ ചോനറത്തലയില് എന്റെ കുടുംബമാ. അവിടെ പരദേവതകളുടെ ഉപാസകരാ ഞങ്ങള്. അയ്യോ, അവിടെ ആ ഉപാസനാമൂർത്തിയുടെ മുമ്പില് ചെന്നിങ്ങനെ മണിക്കൂറുകളോളം കൈകൂപ്പി ഇങ്ങനെ നിന്നാലുണ്ടല്ലോ,
അവിടുന്ന് നമുക്ക് പോരാനേ തോന്നത്തില്ല. അതെ, മണിക്കൂറുകളോളം കൈകൂപ്പി നിന്നുണ്ടല്ലോ. അടുത്ത വീട്ടിലെ സരസ്വതി ചേച്ചി, പിന്നെ കുഞ്ഞമ്മയുടെ മോളുണ്ട് ഭദ്ര, ഭദ്രയുടെ അമ്മ, ഇവരൊക്കെ വന്നു കഴിഞ്ഞ മണിക്കൂറോളം നിന്ന് അടുത്തുള്ളവരെയൊക്കെ പറ്റി കുറ്റം പറഞ്ഞോണ്ട് നിൽക്കും. പിന്നെ ഈ പരദേവത ഉണ്ടല്ലോ, പരദേവത വന്ന് പറയണം എഴിച്ചു പോയനടികളെന്ന്, എന്നാലേ ഇവര് വീട്ടിലോട്ട് പോവുള്ളൂ. ഗൗരി, എന്തോ കണ്ടോ മോളെ, അമ്മായിയമ്മ പറയുന്നതൊക്കെ കേട്ടോ? ഇത്രയും തണ്ടുവരുത്തെ മനുഷ്യനോട് സ്നേഹമില്ലാത്ത ഒരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ പറഞ്ഞതിൽ ഞാൻ 100% യോജിക്കുന്നു. ഇവിടെ ബാംഗ്ലൂരും ഇതേപോലെ തന്നെയായിരുന്നു. ആണല്ലോ. കൊടുകൈ മീരെ, പിന്നെ ചങ്കി കുത്തണ വർത്താനം പറയുന്നു. എനിക്ക് നിന്നെ ഇവിടെ സ്ഥിരം നിർത്തണമെന്നൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അതെനിക്ക് ദോഷം ചെയ്യും. ഓഹോ, അപ്പൊ എന്നെ ഇവിടെ പിടിച്ചു നിർത്താനായിരുന്നോ നിന്റെ പ്ലാൻ? അങ്ങനെയൊക്കെ ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. അയ്യോടാ, ദേ കളിക്കല്ലേ. എടാ, ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല. ഇവിടെ ഡേ കെയർ തുടങ്ങുമ്പം അടുപ്പിച്ചടുപ്പിച്ച ക്ലാസ് കാണും. നീ ഇവിടെ ഇടയ്ക്കൊക്കെ നിൽക്കണം. നിനക്ക് അത്യാവശ്യം വരുമ്പം പോയിട്ട് വരാമല്ലോ. പിന്നെ നിനക്ക് ഇവിടെ ക്ലാസ് തുടങ്ങിയ അവിടെ പോയി 2 സ്റ്റെപ്പ് വെക്കണം, ഇവിടെ വന്ന് 2 സ്റ്റെപ്പ് വെക്കണം. സോ സിമ്പിൾ അല്ലേ അമ്മ? ദേ കളിക്കല്ലേ. ഡേ കെയർ തുടങ്ങാൻ പോണെന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. അവിടെ ടീച്ചർ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചുമ്മാ തമാശക്കെന്നാ വിചാരിച്ചു. അപ്പൊ ഇതായിരുന്നു നിന്റെ പ്ലാൻ? എടേ, തമാശയൊന്നും അല്ല, ഞാൻ സീരിയസ് ആണ്. അയ്യോ, അതൊന്നും പറ്റില്ല, ഞാൻ പോവാ. അങ്ങനെ പറയല്ലേ, നിന്നെ പ്രതീക്ഷയാണ് ഞാൻ ഇതൊക്കെ തുടങ്ങണം. ഇതൊന്നും പറ്റില്ല. மீரா, நீ போகாத மீரா. நான் ஒரு விஷயம் உனக்கு கிளியரா சொல்லித்தரேன். இங்க லெச்சு இருக்கா, அவ ரொம்ப சென்சிபிளா எல்லாத்தையும் செய்வா. ஆனா திடீர்னு குழிப்பழத்துல போவா. எப்போ வருவான்னு தெரியவே தெரியாது. பின்ன உன்னோட ஃப்ரெண்டு சொல்ல முடியாது. அவளோட ஃப்ரெண்ட்ஸை கூப்பிட்டா அப்படியே போவா. பின்ன எப்போ வருவான்னு ஆண்டவனுக்கு மட்டும்தான் தெரியும். வேறொருத்தர் இருக்கா, கேசு. அவனுக்கும் நிறைய ஃப்ரெண்ட்ஸு, கேர்ள் ஃப்ரெண்ட்ஸ் கூட இருக்கான். அவனும் இதே மாதிரி தான், நின்ன நிப்பில் எங்கேயாவது போவான். பின்ன அம்மா நம்பவே முடியாது. நான் இருக்கேன், எனக்கு கிச்சன் விட்டுட்டு எங்கே போக பிடிக்காது. அதனால എല്ലാ വിഷയവും പാത്തുக்கிறதுக்கு നീ ഇങ്ങേ ഇരുമാ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ പോയിട്ട് എന്താന്നൊക്കെ ചോദിച്ചിട്ട് ടക്കൻ തിരിച്ചു വരാം. അങ്ങനെ ടക്കന് പോയിട്ട് ടക്കന് തിരിച്ചു വരണ്ട. നിന്റെ പ്ലാനൊക്കെ എനിക്ക് മനസ്സിലായി. നീ ഇവിടെ ഒന്നും പോവൂല. ഈ കളിയൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുള്ളത് തന്നെ. എന്റെ മീരമോളെ, നീ ഇവിടെ നില്ലേ. അങ്ങനെയല്ല, ഞാൻ പോയിട്ട് എന്തായാലും തിരിച്ചു വരും. വേണ്ട, നീ എവിടെയും പോണില്ല, നീ ഇവിടെ തന്നെ നിൽക്കും. ഇരുമാ. അങ്ങനെ പറയല്ലേ, ഞാൻ പോയിട്ട് എന്തായാലും വന്നിരിക്കും. വേണ്ട, ഇവിടെ തന്നെ നിന്നോ. നീ ഇങ്ങേ ഇരു, അതാ നല്ലത്. അമ്മ ഒന്ന് പറ, കുറെ നേരം സപ്പോർട്ട് ചെയ്തല്ലേ. ഇവിടെ നില്ലേ, ഇവിടെ നില്ലേ. നിക്കല്ലേ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. എന്തിങ്ങനെ നിക്കണ, അങ്ങോട്ട് ഇരി. എന്തിങ്ങനെ നോക്കണ? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്റെ മീര, ഈ കാര്യമൊന്നും അത്ര സിമ്പിൾ അല്ല. ഡേ കെയർ തുടങ്ങുന്ന കാര്യമേ ലക്ഷങ്ങളാണ് ഇറക്കിയിട്ടിരിക്കണം. ലക്ഷങ്ങളെ കാര്യം വിട്. പിള്ളേരെ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാലേ അങ്ങനെ ചെറിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് നീ ഉഴപ്പല്ലേ. ഞാനിപ്പോ ഉഴപ്പി? നീ ഉഴപ്പിന്നല്ല, പക്ഷെ ഒരു മുൻകരുതൽ. നീ ഉഴപ്പരുത്. നീ വിളിച്ചപ്പോ ഇതുപോലെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ചുമ്മാ വന്ന് 2 ദിവസം നിന്നിട്ട് പോവാന്നല്ലേ പറഞ്ഞുള്ളൂ. കണ്ടിട്ട് പോയതെന്തോന്ന് സുവാ. എന്റെ മീരെ, ഇതൊന്നും ചെറിയ കാര്യമല്ല. നിന്റെ അടുത്ത് ഞാൻ എന്തോന്നാണ് പറഞ്ഞത്? ഇവിടെ വന്ന് 2 ദിവസം നിന്ന് പിള്ളേരെ അറ്റൻഡ് ചെയ്യണം, അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? ആ. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ വന്നിട്ട് പോവാന്ന് പറഞ്ഞിരുന്നു. നീ ഓക്കെ പറഞ്ഞ? ആ, പറഞ്ഞിരുന്നു. നീ തീർത്തും ഓക്കെ പറഞ്ഞ? ആ, പറഞ്ഞു. എന്റെ മീരെ, പണ്ട് പോലെ നിന്റെ പരിപാടിയാണ് വാക്ക് തന്നിട്ട് കാല് മാറണത്. ഞാനോ എപ്പോ കാല് മാറി? അല്ല, ഞാനാണല്ലോ കാല് മാറണത്. നീ ഒരുമാതിരി ഉടായി പരിപാടി കാണിക്കരുത്. ഞാൻ എന്ത് കാണിച്ചെന്ന്? ഇതുപോലെ തന്നെ ആയിരുന്നു പണ്ടും. എന്തെങ്കിലും ഇടവിടെ ഒപ്പിക്കും, എന്നിട്ട് നീ അതിന് മുങ്ങും, ഞങ്ങൾ അതിൽ പെടും. എന്റെ മീരെ, സത്യമായിട്ട് ഞാൻ മാറി. എന്നെ കണ്ടിട്ട് തോന്നുന്നില്ലേ? മീരെ, നീ ഡാൻസ് ക്ലാസ് തുടങ്ങുമ്പം ഞാൻ കട്ടയ്ക്ക് കൂടെ വയ്ക്കും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൂടെ വയ്ക്കുന്ന്, അല്ലേ പാറു? ഞാൻ കൂടെ നിൽക്കുമായിരിക്കും, പക്ഷെ നീ കൂടെ നിൽക്കും തോന്നുന്നില്ല. മീരെ, ഇതുപോലെ എപ്പോഴും പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ട് ഒരു കുഴിയിൽ ചാടിക്കാറുള്ളത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. മോള് പറ. നിങ്ങൾ കണ്ടപ്പോ മുതല് ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുവാണല്ലോ. വേറെ പരിപാടിയൊന്നും നടക്കുന്നില്ലല്ലോ. ഡേ,
നീ പോയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഞാനൊരു വാക്ക് പറഞ്ഞ അവൾ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ ചതിക്കൂല. പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ ഒക്കെ മാറി. ഡേ, എന്റെ യഥാർത്ഥ സ്വഭാവം നീ എടുപ്പിക്കല്ലേ. ஆஹா பேசிட்டு இருக்கீங்கல்ல, நாரங்க வெள்ளம். അയ്യോ ചേച്ചി, ഇപ്പൊ ചായ കുടിച്ചേ ഉള്ളൂ. அது சாய தானே, இது நாரங்க வெள்ளம். குடிச்சு பாரு. എടുത്തു കൂടി. உனக்கும் இருக்கு. குடி. எப்படி இருக்கு? അടിപൊളി. ஆ, அப்படின்னா இதுல என்னெல்லாம் போட்டிருக்கேன்னு சொல்லு. ഇതിലെന്ത് പോടാൻ? വെള്ളം, നാരങ്ങ, ഉപ്പ്, അത് തന്നെ അല്ലേ? அது இல்ல, நீ சொல்லுமா. അത് നാരങ്ങയുണ്ട്, വെള്ളമുണ്ട്, ഉപ്പുണ്ട്. അതല്ലേ ഞാനും പറഞ്ഞു. வேற ஒண்ணு இருக்கு, சொல்லு. ഇഞ്ചി ഇട്ടിട്ടുണ്ടോ? கரெக்ட், நீ கரெக்டா கண்டுபிடிச்சிட்ட. அது போகாம கொஞ்சம் ஏலக்காய் பொடி இருக்கு, நாரங்கியோட இலையும் போட்டிருக்கேன். ഇന്ന് 2 കമ്പും കൂടെ വെട്ടിയിടാത്തത്. ആന്റി എന്താ ശർക്കര ഇടാഞ്ഞേ? സാധാരണ ഇവിടെ എന്തുണ്ടാക്കുമ്പോഴും ശർക്കര ഇടും. பாரு, கிண்டல் பண்ணாத பாரு. ഹലോ ലച്ചു, എവിടാ? എടേ പൈസ എടേ? ഹോസ്പിറ്റലാ? അതുകൊണ്ട് 1000 രൂപ ഉള്ളൂന്ന്. 1000 നിന്റെ കെട്ടിയാണ് കൊണ്ടുപോടും. ഇതിപ്പോ എല്ലാം എന്റെ തലയിലായല്ലേ ദൈവമേ. நீ குடிச்சுக்கோ, அது பரவாயில்ல. യേശു, എവിടെ നീ? ആ വഴിക്കങ്ങ് മെർലിന്റെ വീട്ടിൽ പോയാ? എന്റെ കേശു ലച്ചു എന്നെ തേച്ചേക്കാണ്. ആ, ഈ കണക്കാണെങ്കിലേ ഞാൻ അങ്ങ് കുഴിപ്പള്ളത്ത് പോവും. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് അലമ്പുണ്ടാക്കും. ഞാൻ അങ്ങ് ഹാൻഡിൽ ചെയ്യാനാ. കേശു, നീ വൈ വൈ. ഈ വീട്ടിലെ നീ വീട്ടില് ഒറ്റ വിശ്വസിക്കാൻ കൊള്ളൂല. എന്തൊരു കുറച്ചിലമ്മായി, എല്ലാരും അടച്ചിട്ടങ്ങ് ആക്ഷേപിക്കുവാണോ? ആക്ഷേപിക്കും, ഇനി ആക്ഷേപിക്കും. എന്നെ എന്തെങ്കിലും പറഞ്ഞോ? എന്റെ കുടുംബക്കാരെ പറഞ്ഞാലുണ്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞ കുടുംബത്തിൽ ഞാൻ ഉൾപ്പെടണല്ലേ? അമ്മായി അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ, ഈ വീട്ടിലുള്ള ഒറ്റണത്തിനെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന്. പാറു, നീ മിണ്ടാതിരുന്നോ? എന്തുവാ ഇവിടെ പ്രശ്നം? എന്താ പ്രശ്നം? ഉദ്ഘാടനത്തിന് ഡേറ്റ് ഫിക്സ് ഫിക്സ് ചെയ്തല്ലോ. 10-15 പിള്ളേർ അഡ്മിഷൻ എടുത്തല്ലോ. 10-40,000 രൂപ എന്റേത് ചെലവായി. നിങ്ങളെ കൊച്ചുമോൾ എത്ര രൂപ വന്ന്? 10,000 രൂപ. 10,000 രൂപ തന്നോ? 10,000 ഉലുവേ തന്നോളൂ. പിന്നെ ഞാൻ പൈസ വെച്ചപ്പോ എന്റെ അടുത്ത് പറയണെന്നറിയോ? 1000 രൂപ തരാവുള്ളൂന്ന്. 1000 രൂപ തരാമെന്ന് പറഞ്ഞോ? അമ്മ, എന്റെ ഇനി മുടക്കാൻ പൈസ ഇല്ല. എന്റെ വള ഊരണോ? ഇത് കൊറേ നേരമായല്ലോ. ഊരണോ ചോദിക്കണല്ലോ, ഊരി തരണില്ലല്ലോ. നീ ഊരി എടുത്തോ? പണയം വെച്ചാ എടുത്തു തരണം. ഇതേ വേണ്ടേ? എന്താ ഗൗരി ഇവിടെ ഒരു ബഹളം കേട്ടെ? വന്നല്ലോ. ഇവിടെ കാലടി തീ കോരിട്ട് നിൽക്കുമ്പോഴാണ് അവള് ഫോണെ വിളിച്ച് സൊള്ളിക്കൊണ്ടിരിക്കുന്നത്. ആര് സൊള്ളി? പ്രായം കുറെ ആയില്ലേ, ഇനിയെങ്കിലും നിർത്തിക്കൂടെ? കെട്ടിപ്പൊക്കൂടെ നിനക്ക്? അമ്മ ചേച്ചി, ഇത് നോക്ക് എന്തൊക്കെയാ ഇവള് പറയുന്നേ? அது ஒன்றும் இல்லைம்மா, அவள் ஃப்ரஸ்ட்ரேஷனில் சொல்லிட்டு இருக்கா. அவள் இந்த பிளே ஸ்கூலுக்கு 40,000 ரூபாய் இன்வெஸ்ட் பண்ணியிருக்கா. லெச்சு வந்து 10,000 தான் கொடுத்துருக்கா. மிச்சம் 30,000 கூட தேவையா இருக்கு. அதோட ஃப்ரஸ்ட்ரேஷன் കാണിക്കറാ. 30,000 ഉലുവേ? 30,000 രൂപയൊന്നും പോരാ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും കൂടെ എന്നെ ചതിക്കായിരുന്നു. വന്ന് ടീച്ചർ വന്നിരിക്കണവള് അവിടെ പോയി ചർവി കളിച്ചോണ്ടിരിക്കണം. നീ എന്തിനാ എന്നെ കുറ്റം പറയുന്നേ? ആരെ കുറ്റല്ല, എന്റെ തെറ്റ് തന്നെ. എന്റെ തെറ്റ് എല്ലാം എന്റെ തെറ്റാണ്. മോളെ ഒന്ന് സമാധാനപ്പെടും. അമ്മ, എല്ലാരും എന്നെ ചതിച്ചു. എല്ലാവരും. ഞാൻ നിക്കണണ്ട വെട്ടിയിട്ട് അയണ് മരത്തിന്റെ കുറ്റ പോലെ നിക്കണണ്ട. എടി നീ ഓവർ ഷോ കാണിക്കല്ലേ. നിനക്ക് പൈസ വേണം, അത്രയല്ലേ ഉള്ളൂ. എന്റെ ഒരു 25,000 രൂപയുണ്ട്, അത് ഞാൻ തരാം. 25,000 രൂപ കയ്യിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്തോന്ന് ചെയ്യാൻ? തരാന്ന് പറഞ്ഞാ പോരെ, അയച്ചു തരണം. വന്നോ? ആ, വന്ന്. ഇതെനിക്ക് എപ്പ തിരിച്ചു തരും? അത് ഡേ കെയറിന്ന് കിട്ടുമ്പോ തിരിച്ചു തരാം. ശ്രദ്ധിച്ചു കേൾക്കണം, ഡേ കെയറിന്ന് എന്തെങ്കിലും കിട്ടിയാൽ മാത്രം തിരിച്ചു തരും. പിന്നെ ഇന്ന് പോലെ
ഇവളും എന്റെ പാർട്ണർ. ഇതെപ്പോ? ഇപ്പം ഇത്ര പൈസക്ക് ഇൻവെസ്റ്റ് ചെയ്തില്ലേ? അപ്പൊ എന്റെ ശമ്പളം? അശ്ശേ, എനിക്ക് ആലോചിക്കുമ്പോ തന്നെ ഉണ്ടല്ല എനിക്ക് ലജ്ജ തോണ്. നിനക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റുന്നു? ഞാൻ നിന്റെ ഒരു കൂട്ടുകാരിയല്ലേ. കൂട്ടുകാരിക്ക് ഒരു ഹെൽപ്പ് ഒക്കെ ചെയ്യുമ്പോ സോ പിറ്റി ഓഫ് യു. പിന്നെ നിന്റെ പിള്ളേര്, നീ പഠിപ്പിക്കാൻ പോണ പിള്ളേർക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവോ? കലയ്ക്കൊക്കെ പൈസ മേടിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അല്ലേ അല്ലേ അമ്മ? അമ്മ ഇവളെന്നെ വീണ്ടും പറ്റിച്ചമ്മ. ആ, ഇതാണ് ഇവളുടെ സ്വഭാവം. അനുഭവിച്ചോ? തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.